ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അങ്ങനെ അബുദാബി എത്തിയതിന് ശേഷം നമ്മൾ കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല, കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എവിടെയും പോയി വീഡിയോ എടുക്കാൻ മാത്രമുള്ള സ്ഥലത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെയൊക്കെ ഇപ്പോൾ നിങ്ങൾ ഒരുവിധമൊക്കെ കണ്ട സ്ഥലങ്ങളും അല്ലേ, പിന്നെ ഇപ്പോൾ വെറുതെ നിങ്ങളായിട്ട് വെറുപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാൻ വീഡിയോസൊന്നും എടുക്കാഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഞങ്ങൾ ബാബ്സ് ഹിന്ദു മന്ദിർ, അബുദാബിയുള്ള ഒരു ഹിന്ദു ക്ഷേത്രം ഉണ്ടല്ലോ, ഒരുപാട് വീഡിയോസിലൂടെ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും. പിന്നെ ഞാനും ഓൾറെഡി ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വർഷം മുന്നേ എങ്ങാണ്ടാണ് പോസ്റ്റ് ചെയ്ത് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഒരു വർഷമായി. കഴിഞ്ഞ മാർച്ചിലായിരുന്നു, 2024 മാർച്ചിലായിരുന്നു അത് പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് ഞങ്ങളെല്ലാവരും കൂടെ പോവാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അബുദാബിയിലേക്ക്. ഒരു മാസമായി ഇപ്പോൾ അമ്മ അബുദാബി എത്തിയിട്ട്. അപ്പോൾ അമ്മയ്ക്ക് ഒന്ന് കാണാമല്ലോ. അപ്പോൾ ഞങ്ങളിതിന് മുൻപേ പോയിട്ടുണ്ടായിരുന്നു അവിടേക്ക്, പക്ഷേ രാത്രിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രിയത്തെ ആ വ്യൂ മാത്രമേ ഞങ്ങൾക്ക് കണ്ടിരുന്നുള്ളൂ. അപ്പോൾ പകലും കൂടെ അറിയാലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഒരു വൈകുന്നേര സമയത്ത് പോകുന്നത്. അങ്ങനെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ട്. ഇതൊരു അബുദാബി ദുബായ് നടുവിലായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത്. അപ്പോൾ ബാബ്സ് ഹിന്ദു മന്ദിറിൽ ഇതുവരെ വരാത്തവരുണ്ടെങ്കിൽ വരേണ്ടത് കാറിൽ വരികയാണെങ്കിൽ നേരിട്ട് ഗൂഗിൾ മാപ്പിൽ നമ്മൾ ലൊക്കേഷൻ അടിച്ചു കൊടുത്താൽ നമുക്ക് നേരിട്ട് അതിൻ്റെ ലൊക്കേഷൻ കിട്ടും. പിന്നെ അതല്ല, ഇനി ബസ് സർവീസിലാണെങ്കിൽ അബുദാബി ബസ് സ്റ്റേഷനിൽ ഇഷ്ടംപോലെ ബസ് സർവീസും ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമയവും കാര്യങ്ങളൊന്നും കറക്റ്റ് എനിക്കറിയില്ല. അത് ബസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി അന്വേഷിക്കുക, അല്ലെങ്കിൽ അവരുടെ സൈറ്റോ അവരുടെ വെബ്സൈറ്റിൽ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവും ബസ് സർവീസിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ. ഇനി അതല്ലാതെ ടാക്സി സർവീസും ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 9 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ്. ഇനി അതല്ലാതെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിൽ, പിന്നെ എന്തെങ്കിലുമൊക്കെ പൂജകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം വൈകിട്ടായിരിക്കും ക്ലോസ് ചെയ്യുക. പിന്നെ ഈ അമ്പലം മൺഡേ ആണ് ഫുള്ള് ക്ലോസ് ചെയ്ത് ഇടുക. അപ്പോൾ അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഈ അമ്പലത്തേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ. ഗൾഫ് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയൊരു ക്ഷേത്രമാണ് ഇപ്പോൾ അബുദാബിയിലുള്ള ഈ ഒരു ബാബ്സ് ഹിന്ദു മന്ദിറിൽ. അത് UAE തന്നെ 2 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് ക്ഷേത്രങ്ങളുള്ളത്. ദുബായിലാണെങ്കിൽ ജബലലിയിലും ബർദുബായിലും, അതേപോലെ തന്നെ ഇപ്പോൾ അബുദാബിയിലാണെങ്കിൽ ഈ ഒരു വലിയ ഒരു ബാബ്സ് ഹിന്ദു മന്ദിറാണ്. ഇത് പക്ക ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഡൽഹി ബേസ് ചെയ്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത്. ഇവിടുത്തെ വിഗ്രഹങ്ങളായാലും പൂജകളായാലും പൂജ ചെയ്യുന്നവരാണെങ്കിലും എല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചാണ്. പിന്നെ എന്നാലും നല്ല രസമാണ് കാണാൻ. വന്ന ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിൽ. ബാബ്സ് ഹിന്ദു മന്ദിറിൽ വരുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഈ ഒരു അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് അവരുടെ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമ്മുടെ എമിറേറ്റ്സ് ID നമ്പർ, അല്ലെങ്കിൽ എമിറേറ്റ്സ് ID ഇല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ നമ്പർ കൊടുത്താലും മതി. ഇപ്പോൾ ഈ വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്കൊക്കെ പാസ്പോർട്ടിൻ്റെ നമ്പർ ആയിരിക്കും കൊടുക്കേണ്ടി വരിക. അപ്പോൾ അത് അടിച്ചു കൊടുത്താൽ അവരുടെ ആ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് അവർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അവരുടെ ആ ഒരു ഇതിൽ കാണുക ചെയ്യുക. പിന്നെ ഉള്ളിലോട്ട് കയറുമ്പോൾ കുറച്ച് റെസ്ട്രിക്റ്റഡ് സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ക്യാമറ, പവർ ബാങ്ക്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡ്രസ് കോഡാണെങ്കിൽ അത്യാവശ്യം കവറാവുന്ന ഡ്രസ്സുകളാണ് വേണം ഇടാൻ. ഷോർട്സ്, ട്രൗസേഴ്സ് അങ്ങനത്തെ ഒന്നും അലൗഡ് അല്ല. പിന്നെ വേറെ കാര്യമായിട്ടുള്ള ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഉള്ളിലോട്ട് രജിസ്ട്രേഷൻ ചെയ്താൽ ഉള്ളിലോട്ട് എൻട്രി കിട്ടും. നമ്മൾ ഗൾഫ് രാജ്യത്ത് നിന്നല്ല, ഏതൊരു രാജ്യത്ത് പോയാലും അവിടുത്തെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആവും കൂടുതൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്.
ഇവിടെ ഇപ്പോൾ ഈ ഒരു അബുദാബിയിൽ കാര്യമായിട്ടുള്ള വലിയ ബിൽഡിങ്സും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മളെ ഷെയ്ഖ് സായിദ് മോസ്ക് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കേട്ടോ ഈ ഒരു ബാബ്സ് ഹിന്ദു മന്ദിറിൽ. ഭയങ്കര ക്രൗഡുള്ള ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ വീക്ക് ഡേയ്സിൽ പിന്നെ വിശേഷമൊന്നും ഇല്ലാത്ത ഓരോ ദിവസങ്ങളിലൊക്കെ വെറുതെ കാണാൻ പോവുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. നമ്മൾ സാധാരണ ഒരു വീക്ക് ഡേ ഒരു ഫ്രൈഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഫുള്ള് കുറച്ചൊക്കെ തിരക്ക് കുറവായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരു 4 മണി 5 മണിക്ക് പോയാൽ നമുക്ക് വൈകുന്നേരത്തെ അതായത് പകലിലെ വ്യൂവും കിട്ടും, പിന്നെ രാത്രിയിലെ വ്യൂവും നമുക്ക് അവിടെ നിന്ന് കിട്ടും. അമ്പലത്തിൽ വരുന്നവർ സ്ട്രോളർ അതായത് കുട്ടികളുടെ സ്ട്രോളറൊക്കെ കൊണ്ടുവരാനൊക്കെ പറ്റും. അത് നമ്മളൊരു സൈഡിലായിട്ട് ആ ഒരു സ്റ്റെപ്പിൻ്റെ മുന്നിലായിട്ട് നമ്മൾ വെക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വീൽ ചെയർ ഫെസിലിറ്റി, ലിഫ്റ്റ് ഫെസിലിറ്റി ഇതൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ട്. മുകളിലായിട്ട് പോവാം, അതായത് അമ്പലത്തിൻ്റെ ടോപ്പ് വരെ വീൽ ചെയർ ആൻഡ് പിന്നെ ഈ ഒരു ലിഫ്റ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെരുപ്പൊക്കെ വെക്കാനുള്ള റൂം കണ്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. കാരണം അത്രയും വലിയ അടിപൊളി റൂമിലൊക്കെയാണ് നമ്മൾ ചെരുപ്പൊക്കെ എടുത്ത് വെക്കേണ്ടത്. അതുകൊണ്ട് ആ വക ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വാഷ്റൂം, കഫേകൾ, ഷോപ്പിംഗ് മോള് അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ അമ്പലത്തിന് ചുറ്റുമായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ഇതിൻ്റെ ഡിസൈനുകളും പിന്നെ ഇവിടുത്തെ ചുറ്റുമുള്ള ഓരോരോ കാര്യങ്ങളൊക്കെയാണ് എടുത്തു പറയേണ്ടത്. നല്ല വെള്ളത്തിൻ്റെയും പശുവിൻ്റെയും അങ്ങനെയൊക്കെ ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേയൊക്കെ ഞാൻ ഈ വീഡിയോസിലൂടെ കാണിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും വീഡിയോസിലൂടെ കാണുന്നേക്കാളും നല്ല ഭംഗി നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ കേട്ടോ അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. ഈ ഒരു ടെമ്പിളിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു ഹാളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ വെഡ്ഡിങ്ങും ചോറൂണ്, വിദ്യാരംഭം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നടത്താറുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോസും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മുൻപേ നടത്തിയ ടീംസിൻ്റെയൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് ക്യാമറ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. ഫോണൊക്കെ കൊണ്ടുപോകാം, പക്ഷേ ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ പുറത്ത് നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസും എല്ലാം എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ലൈറ്റൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ. ലൈറ്റ് ഇല്ലാതെയും നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റിയൊരു സ്പോട്ടും കൂടിയാട്ടോ. നല്ല രസമാണ് ഇതിൻ്റെ ഫുള്ള് ചുറ്റി നടന്ന് കാണാൻ.
എല്ലാ ദിവസവും വൈകുന്നേരമൊക്കെ അവിടെ സ്പെഷ്യൽ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള നല്ല തിരക്കും കാര്യങ്ങളൊക്കെ വൈകുന്നേര സമയത്തൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. പിന്നെ ഓരോ സ്പെഷ്യൽ ദിവസങ്ങൾ, ഇപ്പോൾ ദീപാവലി അങ്ങനത്തെ ഒക്കെ ഓരോ സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ ഇവിടെ പ്രത്യേക പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ മൊത്തത്തിലൊന്ന് അമ്പലം ചുറ്റി നടന്ന് കണ്ട് കുറച്ച് നല്ലൊരു പോസിറ്റിവിറ്റി ആയിരുന്നു ആ അമ്പലത്തിൽ പോയപ്പോൾ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ ഈ അബുദാബി ഉള്ളവരോ അല്ലെങ്കിൽ UAE ഉള്ളവരോ ആരെങ്കിലുമൊക്കെ ഈ ഒരു ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാബ്സ് ഹിന്ദു മന്ദിറിൽ പോയിട്ടുള്ള ഒരു ചെറിയൊരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ സജഷൻസോ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.